DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 3 ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് നിർവഹിച്ചിരിക്കുകയാണ്. മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം സ്വന്തം മണ്ഡലമായ വാരണാസിയിലെത്തിയ മോദി കർഷക സമൂഹം ഉൾപ്പെടെയുള്ള അവിടുത്തെ പൊതുയോഗത്തിൽ വെച്ചാണ് ഒരു റിമോട്ട് കൺട്രോൾ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ 17ാം ഗഡുവിന്റെ വിതരണത്തിന് തുടക്കമിട്ടത്. 20,000 കോടിയിലധികം രൂപയാണ് 9.26 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് തുക വിതരണം നടക്കുന്നത്. ആധാർ അധിഷ്ഠിത വിതരണമാണ്, അതായത് അക്കൗണ്ട് നമ്പറിലേക്കല്ല, ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയുള്ള വിതരണമാണ്. അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുള്ളവരാണെങ്കിൽ അതിൽ ഏറ്റവും അവസാനം ആധാർ അപ്ഡേറ്റ് അല്ലെങ്കിൽ DBT അപ്ഡേറ്റ് ആയ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരാം. അതിനാൽ ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് ബാങ്കുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ ഉള്ള SB അക്കൗണ്ടുകൾ കൂടി പരിശോധിക്കേണ്ടതാണ്. ഇന്ന് 5:30 വിതരണം ആരംഭിച്ചത്. അതിനാൽ തന്നെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന് തുക എത്താതിരിക്കുവാൻ സാധ്യതയുണ്ട്. നാളെയായിരിക്കും പലരുടെയും അക്കൗണ്ടുകളിൽ തുക ക്രെഡിറ്റ് ആവുക. എന്നാൽ ചിലർക്ക് ഇന്ന് രാത്രി തുക അക്കൗണ്ടിൽ കയറിയാലും ചിലപ്പോൾ SMS വരണമെന്നുമില്ല. നാളെയോടെ ഒട്ടുമിക്ക അക്കൗണ്ടുകളിലും തുക ക്രെഡിറ്റ് ആവുകയും SMS എത്തുകയുമെല്ലാം പൂർത്തിയായിരിക്കും. ഇതോടെ ശ്രീ നരേന്ദ്രമോദി തന്നെ കൊണ്ടുവന്ന രാജ്യത്തെ കർഷകർക്കായുള്ള PM കിസാൻ സമ്മാൻ നിധിയുടെ ഇതുവരെ 17 ഗഡുക്കൾ വിതരണം ചെയ്തതിലൂടെ 34,000 രൂപയാണ് 10 കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ 25 ലക്ഷത്തോളം കർഷകരും ഉൾപ്പെടും. അടുത്ത അറിയിപ്പ്, മോട്ടോർ വാഹന നിയമത്തിലെ 1988 സെക്ഷൻ 146 പ്രകാരം ഇന്ത്യൻ റോഡുകളിൽ ഓടുന്ന മോട്ടോർ വാഹനങ്ങൾക്ക് തേർഡ് പാർട്ടി റിസ്കുകൾ ഉൾക്കൊള്ളുന്ന ഇൻഷുറൻസ് പോളിസി ആവശ്യമാണെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചിരിക്കുകയാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് ഇനി ജയിലിൽ കിടക്കാം. ഈ നിർബന്ധിത ഇൻഷുറൻസ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും 4,000 രൂപ വരെ പിഴയോ 3 മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. ഇക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ഇപ്പോൾ. മൂന്നാമത്തെ അറിയിപ്പ്, കാലാവസ്ഥ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ്. വടക്ക് കിഴക്കൻ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ചക്രവാത ചുഴി ഉള്ളതിനാൽ സംസ്ഥാനത്ത് മഴ കനക്കുകയും ഇടിമിന്നൽ സാധ്യത കൂടിയിരിക്കുകയുമാണ്. ഇന്ന് കൊല്ലം പുനലൂർ മണിയാറിൽ 2 തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇടിമിന്നലേറ്റ് മരിച്ചു. ഇടക്കുന്നം സ്വദേശികളായ സരോജം, രജനി എന്നിവരാണ് മരിച്ചത്. എറണാകുളത്ത് പനങ്ങാടിന് സമീപം ചേപ്പനത്ത് ഇടിമിന്നലേറ്റ് വള്ളം തകർന്ന് മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. കണ്ണൂർ തോട്ടടയിൽ ഇടിമിന്നലിൽ വീടിന് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. അടുത്ത വെള്ളി ശനിയോടെ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.